ഹമീദ് ഫൈസി എന്താ ചെയ്തത്? ഹമീദ് ഫൈസി കുടുംബം നോക്കാൻ മറന്നു, സമ്പത്തുണ്ടാക്കാൻ മറന്നു. ഹമീദ് ഫൈസി കേരളത്തിലും രാവും പകലും ഒഴിവില്ലാതെ ഓടിയിരുന്നു. അവര് രാവും പകലും ഇല്ലാതെ ഓടി നടന്നു. ഹമീദ് ഫൈസി ഉസ്താദിനെ നിനക്കറിയില്ലേ? നാട്ടിക ഉസ്താദ് പിന്നെ തിരൂർക്കാട് വെച്ച് ഉമർ മൗലവിയോട് സംവാദം നടത്തുമ്പോ നാട്ടിക ഉസ്താദിന്റെ കൂടെ ഉള്ള യുവ പണ്ഡിതൻ ആരാ നിനക്കറിയോ? അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ. ഹമീദ് ഫൈസി എന്താ ചെയ്തതെന്നാ? അന്ന് എന്റെ ഉസ്താദ് ഇവിടെ ഗൾഫിലാ, മരുഭൂമിയില് പൈസ ഉണ്ടാക്കിയാണ്. ആ മനുഷ്യൻ സംഭാവന നടത്തുന്ന കാലത്ത് പിന്നെ ഹമീദ് ഫൈസി ഉസ്താദ്, നാട്ടിക ഉസ്താദ് വഫാത്തായി. സുന്നി കേരളം മുഴുവൻ അന്താളിച്ചു നിൽക്കുകയാണ്. നിലല്ലാ കയത്തിലായതുപോലെയായി. അപ്രതീക്ഷിതമായിട്ടാണ് നാട്ടിക ഉസ്താദിന്റെ വഫാത്ത് വിവരം വരുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് കേരളയിൽ എന്റെ ഉസ്താദിനെ വയലിന് കൊണ്ടുവരുന്ന ദിവസമാണ്. അന്ന് കേരളായി മദ്രസയിലെ ഉസ്താദുമാരെ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി, ഞാൻ വിദ്യാർത്ഥിയാണ്. അപ്പൊ നാട്ടിൽ SKSന്റെ യൂണിറ്റിന്റെ കീഴിൽ ഉസ്താദിനെ വയലിന് കൊണ്ടുവരിക. അപ്പോ കേരളായില് പിന്നെ മദ്രസയിലെ ഉസ്താദുമാരെ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെല്ലുകയാണ്. അന്ന് ഒരു അലി ഉസ്താദ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ വോയിസ് കേൾക്കണമെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയായിരിക്കും. അദ്ദേഹത്തിന് അന്നൊരു ഒരു പിന്നെ സ്വഭാവം ഉണ്ടായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. റേഡിയോ വാർത്തകൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. റേഡിയോയിലെ വാർത്തകൾ വരുമ്പോ ആ വാർത്ത എന്തോ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യുക, അതേ സെറ്റിൽ തന്നെ കാസറ്റിലേക്ക് അത് റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സ്വഭാവം അങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഉച്ചക്ക് ഒരു 12-12:30 ആയിട്ടുണ്ടാവും. ഞാൻ അലി ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്നു അസ്സലാമു അലൈക്കും എന്നാണ്. ഉസ്താദ് സലാം അടക്കിയെന്നല്ലാതെ ഒരു തരം മരണ വീട്ടിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കാണ്, അന്താളിച്ചിരിക്കാണ്. ഞാൻ സാധാരണ എപ്പോഴും കാണുന്ന ആളല്ലേ എന്നുള്ളവർക്ക് ഞാൻ വലിയ തമാശയിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖം വളരെ നിരാശയിലാണ്. അപ്പൊ ഞാൻ ആകെ അന്തം വിട്ട് എന്തേന്ന് ചോദിച്ചു. നിങ്ങളൊന്നും അറിഞ്ഞില്ല ചോദിച്ചു. എന്തെന്ന് ചോദിച്ചു. പോയി ഉസ്താദ് പോയി, നാട്ടിക ഉസ്താദ് പോയി. ഇത് പറയാണ്. നിരാശനായിരിക്കുകയാണ് മനുഷ്യൻ. എന്നിട്ട് എനിക്ക് ഇത് പ്ലേ ചെയ്ത് തന്നു. ഞാനന്ന് വിദ്യാർത്ഥിയാ. നമ്മളാകെ നെട്ടിത്തരിച്ചു പോയി. കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ അന്താളിച്ചു പോയി. സുന്നത്ത് ജമാഅത്തിന്റെ പടവാള് നഷ്ടപ്പെട്ടു പോയതിലെ വേവലാതി. ഇനി ആര് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം തരുന്നത് അത് ചമ്മാട്ടുകാരും കണ്ടുപോയിട്ടില്ല, ആദർശേരിക്കും കണ്ടുപോയിട്ടില്ല, ഒറ്റിക്കാട്ടുക്കും കണ്ടുപോയിട്ടില്ല. ഓരോ മനുഷ്യനും ഒരൊറ്റ ഉത്തരം തരുന്നു. അമ്പലക്കടവ് ഹമീദ് ഫൈസി. ഹമീദ് ഫൈസി എന്താ ചെയ്തതെന്ന് ചോദിക്ക. അതന്നെ ഹമീദ് ഫൈസി, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. ഒറ്റ ഉത്തരം നാട്ടിലേക്ക് ശേഷം. എന്നിട്ട് ആ മനുഷ്യന് പിന്നെ ഒഴിവുണ്ടായിരുന്ന നാട്ടിക ഉസ്താദ് നടത്താൻ നിശ്ചയിച്ച മുഖാമുഖം, ആ നിശ്ചയിച്ച ദിവസമാണ് നാട്ടിക ഉസ്താദ് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്നത്. അറിയില്ല നിനക്കതിനോ അറിയില്ല. എന്റെ ഉസ്താദ് അന്ന് ഗൾഫിലാ, നീ അന്നില്ല. നാട്ടിക ഉസ്താദ് നടത്താൻ നിശ്ചയിച്ച മുഖാമുഖം, ആ മുഖാമുഖം നടക്കാതെ പോകാൻ പാടില്ല. ആരാ പിന്നെ ആ മുഖാമുഖം ഏറ്റെടുത്ത് നടത്തിയത്? ഇന്ന് നീ പരിഹസിക്കുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മാത്രം ഉണ്ടായിരുന്നത്. ഹമീദ് ഫൈസി എന്താ ചെയ്തതെന്നോ? അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാണ് ആ മനുഷ്യൻ. അതിന്റെ മുമ്പ് നാട്ടിക ഉസ്താദിന്റെ കൂടെ തുടങ്ങി ജൈത്രയാത്ര. ഓരോ കവലകളിലും മുക്കുമൂലകളിലും SKSSFന്റെ പ്രവർത്തന ഗോധയിൽ സജീവമായി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച ഏതൊരാളോട് നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. ഹമീദ് ഫൈസി ഉസ്താദ് പ്രസംഗത്തിന് പൈസ വാങ്ങാത്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പൈസ കൊടുത്താ വാങ്ങാത്ത ആ നാട്ടിലെ SKSFന്റെ പ്രവർത്തകര് ദാരിദ്ര്യം പിടിച്ച മേഖലയാണെങ്കിൽ ആ മനുഷ്യൻ പൈസ വാങ്ങാറില്ല. സ്വന്തം വണ്ടി എടുത്തുകൊണ്ട് പ്രസംഗിച്ചു പോകും. അങ്ങനെ പ്രസംഗിച്ചിരുന്നു. എന്റെ ഉസ്താദിന് ഈജിപ്ത് പോണെങ്കിൽ പിന്നെ വളാഞ്ചേരി മർക്കസിന്റെ ചെലവിലാ പോവുള്ളൂ. എന്നിട്ട് പോയിട്ട് സിലബസ് മറ്റേ സിസ്റ്റൊക്കെ വല്ല സ്വന്തം അക്കൗണ്ടിലേക്ക് CIC മറ്റേ മണ്ണാങ്കട്ടിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിനാ എന്റെ ഉസ്താദ് അതേ വളാഞ്ചേരി മർക്കസിന്റെ ചെലവിലാ പോയത്. അറിയോ? ഹമീദ് ഫൈസി ഉസ്താദ് ചെയ്തതെന്താണെന്നറിയോ? സുന്നത്ത് ജമാഅത്തിന് അടിത്തറ ഉണ്ടാക്കുക ചെയ്തത്. വഹാബികളെ വേരോടെ പിഴുതെറുക ചെയ്തത്. അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് എഴുതിയ തൗഹീദ് പിന്നെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എഴുതിയ പുസ്തകങ്ങളുടെ കണക്കുണ്ടോ? എപ്പോഴായി മനുഷ്യൻ ഇതൊക്കെ എഴുതിയതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? രാവും പകലും ഇല്ലാതെ ഓടി നടക്കുകയാണ്. അബ്ദുൽ ഹമീദ് ഫൈസിന്റെ വീടിന്റെ 2ാമത്തെ നിലയിൽ നീ ഒന്ന് പോയി കേറി നോക്ക്.
സുന്നത്ത് ജമാഅത്തിന് വേണ്ട എന്തൊക്കെ നിനക്ക് റെഫറൻസ് വേണോ അത് മുഴുവൻ അവിടെ ഉണ്ട്. അതൊരു ലൈബ്രറിയാണ്. ഞാൻ അതിന്റെ കണ്ണോട് കണ്ടതാ. ആ മനുഷ്യൻ ഈ ദീനിന് വേണ്ടി എഴുതിയും പറഞ്ഞും ഗവേഷണം നടത്തിയും പ്രസംഗിച്ചും മീറ്റിങ്ങുകളും യോഗങ്ങളുമായി ഓടി നടക്കുകയാണ്, ഉറങ്ങാൻ സമയമില്ലാതെ. രാത്രി 12:30 മണിക്ക് ഇനിയൊന്ന് അമീദ് വൈസിന്റെ ഫോണൊക്കെ വിളിച്ചു നോക്കിയാ ഞാൻ വണ്ടിയിലാന്നാ പറയാ. യാത്ര ചെയ്യണ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. എന്റെ ഉസ്താദ് കൂർക്കം വലിച്ച് ഉറങ്ങാടോ ആ സമയത്ത്. എന്നിട്ട് ഹമീദ് വൈസി എന്താ ചെയ്തതെന്നോ, ഹമീദ് വൈസി എന്താ ചെയ്തതെന്ന് ആരായി ചോദിക്കണ്? ഈ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഗൾഫിലായിരുന്നു. ഓല് സ്റ്റാൻഡ് ഉണ്ടാക്കിയ ശേഷം വീടും പറമ്പും കുട്ടികളുടെ കുട്ടികൾക്കും ഉള്ള തിന്നാണ്ടാക്കിയ ശേഷമാണ് ഞാൻ ദീനി ഖാദിമാന്ന് പറഞ്ഞു വന്നത്. ആരാണെങ്കിലും ഇന്ന ആളെന്നൊന്നും ഞാൻ പറയണില്ല, വർത്താനം പറയരുത്. ഹമീദ് വൈസി ഉസ്താദിനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും സുന്നത്ത് ജമാഅത്തിന്റെയും പ്രവർത്തകർ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടടക്കുന്നുണ്ടെങ്കിലേ അത് ആ മനുഷ്യന്റെ ത്യാഗത്തിന് അള്ളാഹു കൊടുത്ത പ്രതിഫലാടോ. ഈ മനുഷ്യന്മാരെ മുഴുവനും ദുആയും ആ മനുഷ്യനുണ്ടാവും. വഹാബികളുടെ ഏത് പ്രസംഗത്തിലും വഹാബികളെ സമ്മർദ്ദത്തിലാക്കിയ ഒരാളെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ്. നിങ്ങൾ വഹാബികളുടെ ഖണ്ഡന പ്രസംഗങ്ങൾ എടുത്ത് നോക്ക്. വഹാബികൾ പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുള്ള പ്രഭാഷണങ്ങളുണ്ട്. ആ പ്രഭാഷണങ്ങളിൽ മുഴുവനും ഉയർന്നു നിൽക്കുന്ന ഒരു സുന്നി പേരുണ്ട്, ഒരു സുന്നി മുസ്ലിയാരെ പേര് ഹമീദ് വൈസി. ഹമീദ് വൈസി അങ്ങനെ എഴുതിയപ്പോ, ഹമീദ് വൈസി ഇങ്ങനെ പറഞ്ഞപ്പോ, ഹമീദ് വൈസി അങ്ങനെ എഴുതിയപ്പോ, ഹമീദ് വൈസി അങ്ങനെ പ്രസംഗിച്ചപ്പോ, വായക്കാട് ഹമീദ് വൈസി ഉസ്താദ് പ്രസംഗിച്ചത് മുതൽ ആ ജിന്നോണ്ടാണ് കുടുങ്ങിയത് വഹാബികള്. ഇന്നും അനസിന്റെ ക്ലിപ്പ് ഈ കേട്ടോക്ക്. ഇതാണ് ഹമീദ് വൈസി ചെയ്ത സേവനം. സുന്നത്ത് ജമാഅത്തിന് അടിത്തറ ഉണ്ടാക്കി. ഹമീദ് വൈസി സുന്നത്ത് ജമാഅത്തിന് പ്രസംഗിച്ചപ്പോഴാണ് അന്റെ ഇന്ത്യയും വാപ്പാർക്കും കുടുംബങ്ങൾക്കൊക്കെ വഹാബിസ് എന്താണ് മനസ്സിലായത്, സുന്നത്ത് ജമാഅത്ത് എന്താണ് മനസ്സിലായത്. ആ പ്രസംഗത്തിന്റെ പരിണിത ഫലമാണ് എന്നെയും പിടിച്ചിട്ട് സുന്നി കോളേജിൽ പറഞ്ഞയച്ചത്. അന്റെ ഉസ്താദിന് ഇരിക്കാൻ കോളേജ് ഉണ്ടായത്. എന്നിട്ട് ഓൻ ചോദിക്കുക ഹമീദ് വൈസി എന്താ ചെയ്ത്. ഇപ്പൊ നിങ്ങൾക്ക് ഹമീദ് വൈസി പറ്റൂല അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഹമീദ് വൈസി അങ്ങനെ തോന്നെ ഇങ്ങനെ തോന്നെ. അപ്പോ കുറച്ച് ഗൗരവത്തിൽ ഞാൻ പറയേണ്ടി വന്നത് അതിന്റെ ഒരു വികാരാണ്. അതിപ്പോ നിങ്ങളാണ് സഹിക്കല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. കാരണം എന്താ അറിയോ, ഇപ്പോ വല്ലാത്തൊരു കാലാണ്. സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലാണ്. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ആഖിർ സമാനിന്റെ അടയാളങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് قولوا التكبير عليك قولوا التكبير قولوا التكبير قولوا التكبير قولوا التكبير قولوا التكبير قولوا التكبير